ഹലോ, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഈ അംഗം നോക്കിയാൽ നിങ്ങൾ എന്താ പറയുക? ഇക്ക പറഞ്ഞു ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. ഇവിടെ നിന്നിട്ട് കച്ചവടമൊക്കെ കുറവാണ്, ഉപ്പച്ചി ഗൾഫിലേക്ക് പോവുക, 2 കൊല്ലം കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞപ്പോൾ 3 നല്ല നിലവിളിയാട്ടാ. ഇന്നലെ വൈകുന്നേരം എടുത്താൽ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ഇപ്പം പോയതിൻ്റെ മുന്നൊക്കെ പോയതിൻ്റെ കരച്ചിലായിരുന്നു. ഇതും കൂടി അങ്ങോട്ട് കേട്ടപ്പോൾ പൂർത്തിയായി. എന്താ തേങ്ങിയിട്ടുള്ള കരച്ചിൽ. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് വീഡിയോ എടുത്തതായിട്ട്, ഇതൊന്നും ഇല്ലായിരുന്നു, ഭയങ്കര പൊട്ടിക്കരച്ചിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ സമാധാനിപ്പിച്ചിട്ട് ഇങ്ങനെ നിർത്തിയേക്കുക. അപ്പോൾ ഇങ്ങനെ തേങ്ങൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഉപ്പച്ചി വെറുതെ പറഞ്ഞ കുട്ടിയോട് ഉപ്പച്ചി ഒന്നും പോവില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിർത്തി വെച്ചേക്കട്ടെ. ഇക്കതൊന്നും അറിയാത്ത എന്തി ഇരിക്കുന്നു നോക്ക്. അങ്ങനെയായിരുന്നു ഇന്നലെ വൈകുന്നേരത്ത് ഉണ്ടായ സംഭവമായിട്ട് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്ന് നോക്ക്, ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സമയം 3 മണി ആയിട്ടുണ്ട് കേട്ടോ. തലവേദനിച്ചിട്ട് വയ്യ, നല്ല തലവേദന. നെയ്ച്ച് വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്, ഉച്ച കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കൂടി. എന്നാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ. കുറച്ച് പേര് വീഡിയോയ്ക്ക് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പിന്നെ എപ്പോഴും 2 മണിയാകുമ്പോൾ വീഡിയോ ഇട്ടിട്ട് ഇടാണ്ടാകുമ്പോൾ ഒരു സുഖമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും തലയിൽ ഇങ്ങനെ തട്ടങ്ങനെ വരിഞ്ഞ് കെട്ടുമ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട്. അപ്പോൾ അങ്ങനെ വരിഞ്ഞ് മുറുക്കി കിട്ടിയേക്കാട്ടാ. പിന്നെ തലവേദനയുടെ ഗുളിക ഇവിടെ ഇരിക്കുന്നുണ്ട്, ഡോക്ടർ തന്നത്. മൈഗ്രീൻ്റെ തലവേദനയാണ്, വേറെ ഒന്നുമല്ല. തലയുടെ ഈ പിരികത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ചുളുന്നനെ കുത്താട്ടാ. അപ്പോൾ ചായയൊക്കെ കുടിക്കുകയാണ്. ചായ കുടിച്ചപ്പോൾ ഒരു സുഖം കിട്ടി. എന്നാലും എന്താ വലിയ ഉഷാറില്ല. ഇപ്പോഴും ഞാൻ വോയിസ് കൊടുക്കുമ്പോഴും തലവേദനയ്ക്ക് വലിയ ഒരു സുഖമില്ല കേട്ടോ. അങ്ങനെ ചായയൊക്കെ എടുത്ത് കുടിച്ച് കുട്ടികളൊക്കെ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ മഴ പെയ്തിട്ട് ഇങ്ങനെ നല്ല സൗണ്ടുകൾക്ക് ചിലപ്പോൾ വോയിസ് കൂടെ കേൾക്കാം. ഷീറ്റുമ്മയ്ക്ക് നല്ല സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് ചായക്ക് കടിയൊന്നുമില്ല, കട്ടൻ ചായയാണ് ഇക്കാക്ക്. അപ്പം ഞാൻ എന്തായാലും കുടിക്കുകയാണെങ്കിൽ പാൽച്ചായ തന്നെ കുടിക്കുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ ചായക്ക് കടിയൊന്നുമില്ല കേട്ടോ. ചായക്ക് കടിയൊന്നും ഇല്ലാത്തത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോൾ അതെന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗുളിക കഴിക്കേക്ക് ഗുളികയുടെ കാര്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്ക പറയുകയാണെങ്കിൽ മൈഗ്രീൻ്റെ തലവേദന ഗുളിക ഇല്ല, അത് നല്ല ശക്തമായ തലവേദന ഉണ്ടെങ്കിൽ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പോൾ അത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ചായ കുടിച്ചപ്പോൾ ഇക്ക ചായ കുടിക്കുമ്പോൾ അങ്ങനെ പറയുകയാണ്, ഞാൻ ഗുളിക എടുത്ത് കഴിച്ചോ പറയാം. അപ്പോൾ അങ്ങനെ ആ ഗുളിക എടുത്ത് കഴിച്ചിട്ടോ. എന്നാലും വലിയ അങ്ങോട്ട് സുഖമാവണില്ല കേട്ടോ. കുത്തൽ കുറവുണ്ടെങ്കിലും തലയിലുള്ളൊന്നും ഒരു സുഖമില്ല. എന്നാലും കഴിച്ചു. അപ്പോൾ നോക്കിയേ, ബക്കറ്റിൽ ഇന്നലെ രാത്രി തിരുമ്പിട്ട ഡ്രസ്സാണ് കേട്ടോ. ഒരു ബക്കറ്റ് അങ്ങനെ ഇരിക്കുക, തോരട്ടിട്ടില്ല. എന്താ വെച്ചെങ്കിൽ എവിടെ കൊണ്ട് തോരയിടുക. കുറച്ചൊക്കെ മുകളിൽ കൊണ്ടുപോയിട്ടുണ്ട്, കുറേ ഉണ്ടായിരുന്നു കേട്ടോ തോരയിടാൻ. അപ്പോൾ കുറച്ചൊക്കെ മുകളിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇനി ഇത് അവിടെ ഇവിടെയൊക്കെ ഞാൻ ഇട്ടുണ്ട് കേട്ടോ, ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടുണ്ട്. ഈ അംഗം നോക്ക്, ഇതെന്താ വെച്ചെങ്കിൽ പൈസയുടെ പണിയാണ്. ജഗ് പൊട്ടിച്ചു കേട്ടോ. ഇങ്ങനത്തെ കുറുമ്പന്മാർ നിങ്ങൾക്ക് ഉണ്ടാകും കുട്ടികൾ. എന്ത് കുറുമ്പാച്ചിട്ടാ. നമ്മൾ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ അവിടെ കയറി ഇവിടെ പൊത്തിപ്പിടിച്ച് കയറി നേരെ മേശയുടെ ഇടയിൽ കൂടെ ഒക്കെ ചുഴന്ന് പോയി. അപ്പം വീണ വശക്ക് എന്നോട് പറഞ്ഞ് അടിക്കരുതിട്ട് അടിക്കല്ലേ പറഞ്ഞു. എനിക്കാച്ചെങ്കിൽ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞാൻ അടിക്കാനോ ഒങ്ങാട്ടോ. അപ്പോൾ എന്നോട് അടിക്കല്ലേ പറഞ്ഞിട്ട് എന്നെ തടുക്കുകയൊക്കെ ചെയ്തു. അതൊന്നും നമുക്ക് പെട്ടെന്ന് ഉണ്ടായതല്ല, അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീണതിന് ശേഷം പിന്നെ എൻ്റെ ഒന്ന് തണുത്തതിന് ശേഷമായിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുപ്പി ഗ്ലാസും ഇങ്ങനത്തെ കുപ്പിച്ചില്ല് പോലത്തെ സംഭവങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ ഇക്കൊന്നും ഞങ്ങൾ അടുപ്പിക്കില്ല കേട്ടോ. ഇക്ക തന്നെ ക്ലീനാക്കി തരിക. ഇനി കൈയും കാലും മുറിക്കേണ്ട വെച്ചിട്ട് ഇക്ക തന്നെ ഒക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ സൂക്ഷിച്ചൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ചില്ലിൻ്റെ ജഗ്ഗായിരുന്നു, അത് പൊട്ടിച്ചു. ഒരുത്തി കാണിക്കുന്ന നോക്ക്. ഇനി ഇപ്പോൾ അടുത്തത് എന്താ ഉണ്ടാക്കുക വെച്ചിട്ട് എൻ്റെ മുകളിൽ പൊത്തിപ്പിടിച്ച് കയറുന്നത്. അപ്പോൾ ഞാൻ ചീത്ത പറയട്ടെ ഇങ്ങോട്ട് ഇറങ്ങി പറഞ്ഞിട്ട് അങ്ങനെ പുതിയ വേറൊരു ജഗ് എടുത്തു. ഇതും ഉടയണത് തന്നെയാണ്. ജഗ് കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ വീടിരിക്കുന്നേയും. അപ്പോൾ ഒക്കെ ഞങ്ങൾ എൻ്റെ മുകളിൽ ഷോക്കേസിൽ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയത് അങ്ങോട്ട് എടുത്തപ്പോൾ ഞാൻ അവനോട് പറയാം, ഇത് അടുത്തത് ഈ ഇപ്പോൾ തന്നെ പൊട്ടിച്ചോട്ടെ, അത് ഇനി എത്ര ദിവസം കണ്ടിട്ട് ഈ പൊട്ടിക്ക് ഉദ്ദേശിച്ചിരിക്കണമെന്നൊക്കെ ചോദിക്കുകയാണ് അവനോട്. അവൻ്റെ മുഖമൊക്കെ പോയി. ഞാൻ ചീത്ത പറയട്ടോ. ചീത്ത പറയണുള്ളൂ, അടിക്കണമൊന്നുമില്ല. അടിക്കൊക്കെ സമ്മതിച്ചില്ല കേട്ടോ. ഞാൻ അപ്പോൾ അടിക്കാനൊക്കെ ഓങ്ങി, പക്ഷേ പിന്നെ തടുത്തു. പിന്നെ വന്നപ്പോൾ തുടങ്ങിയ അങ്കാണ് കുത്തുമറിയില്ലത്. അങ്ങനെ പിന്നെ അടിച്ച് എനിക്ക് പാവം തോന്നുള്ളൂ കേട്ടോ. കുറച്ച് ഒരടിക്ക് കിട്ടി കഴിഞ്ഞാൽ ഇരിക്കണൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പാവം തോന്നി. അടുത്തൊക്കെ പോയി 2 ഉമ്മൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഹാപ്പിയായി. അങ്ങനെ കുറുമ്പത്തരാണ് കുട്ടികളുടെ കയ്യിൽ. അങ്ങനെ എന്തായി, പുതിയ ജഗ്ഗൊക്കെ അങ്ങോട്ട് എടുത്ത് അതൊക്കെ കഴുകിയപ്പോൾ നല്ല വൃത്തിയായിട്ടാണ്. അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ അതിലാക്കി വയ്ക്കുകയാണ്. ചൂടുവെള്ളമാണ് കേട്ടോ കുടിക്കുന്നപ്പോൾ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ കുറച്ച് വൈകുന്നേരത്തെ കുറച്ച് കരച്ചിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ, അത് എല്ലാം ഉൾപ്പെടുത്തിയതാട്ടോ.
അങ്ങനെ 4 മണി തൊട്ടിട്ട് ഇങ്ങോട്ട് വൈകുന്നേരം കിടക്കണ വരത്തെ വീഡിയോസ് ഞാനിൽ ചെറുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഗൾഫിലുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിതാ മഴയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല ഗംഭീര മഴ. നബിദിനം എന്താവും, ഓണം എന്താവും ഒന്നും അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നബിദിനത്തിന് നല്ല മഴയായിരുന്നു അല്ലേ. ഇപ്രാവശ്യം എന്താണ് അവ പഠിച്ചോനെ ആക്കണം. മക്കൾക്കൊന്നും ദഫ് തെറ്റി കളിക്കാൻ പറ്റിയില്ല. റോട്ടിൽ മറ്റേ ഇവിടെ എന്താ പറയുക, ഇരിപ്പാക്ക സെൻറ്ററിൽ ഇവർ ദഫ് കൊട്ടും, ദഫ് കളിയൊക്കെ ഉണ്ടാവും കേട്ടോ പിള്ളേർ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കളിക്കാൻ പറ്റില്ല. എന്നാലും മക്കളൊക്കെ എന്താ മഴയത്ത് കളിക്കുകയൊക്കെ ചെയ്തുട്ടാ. വയ്യായൊന്നും ഉണ്ടായില്ല, മുത്തുനബിയുടെ ജന്മദിനമല്ലേ, വയ്യായൊന്നും ഉണ്ടാവില്ല. ഉസ്താദ് പറഞ്ഞു കളിച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ കളിക്കുകയൊക്കെ ചെയ്തുട്ടാ. അപ്പോൾ മഴ പെയ്തപ്പോൾ സുട് കണ്ടില്ലേ, തണുത്തിട്ട് ഇങ്ങനെ സിറ്റൗട്ടിൽ കിടക്കണം, നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ ചായക്ക് കടിയൊന്നുമില്ല, ഒന്നും മേടിച്ചില്ല കേട്ടോ. എന്നിപ്പോൾ ഈ ബിസ്ക്കറ്റും മിച്ചറും കായവളവും ഇതൊക്കെ തന്നെയാണ് എപ്പോഴും വാങ്ങണത്. അപ്പോൾ ഞാൻ പറഞ്ഞു മോരുകുട്ട ഉണ്ട്, മീൻ പൊരിച്ചതുണ്ട്, കോഴിമുട്ട ഉണ്ട്, ചോറ് അങ്ങോട്ട് വാരി തരാൻ പറഞ്ഞു. അങ്ങനെ 3 ആൾക്ക് അങ്ങോട്ട് ചോറ് ഉരുട്ടി കൊടുത്തു. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുട്ടികൾ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് 2 ആളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണം വെച്ചപ്പോൾ അവർക്കൊന്നും വേണ്ട, ഞാൻ വാരിത്തരാടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയേക്കാണ്. ഒരു 5 മണിയാകുമ്പോൾ കറണ്ട് പോയിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ എപ്പോഴും കറണ്ട് പോക്ക് തന്നെ പണി. ഫ്ലിപ്കാർട്ടിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ മോര് കണ്ട ഒരു വിധം സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിലിത്തിരി മോരൊക്കെ ഒഴിച്ച് ഒഴിക്കാന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെന്നൈത്തിരി വാങ്ങി, ഓയിൽ വാങ്ങി, കോഴിമുട്ട മേടിച്ചിട്ടുണ്ട്. പിന്നെ എന്താ വാങ്ങിയേക്കുന്നത്, ചിക്കൻ മസാല ഉണ്ട്. അതിൽ കൂടെ എന്തോ ഒരു ഫ്രീ ആയിട്ട് ഒരു സാമ്പാർ പൊടി കുഞ്ഞ് പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ കറണ്ട് പോയേക്കും. അപ്പോൾ ഞാൻ ഫ്ലാഷ് അടിച്ചിട്ടാട്ടോ വീഡിയോ പിടിക്കുന്നത്. പിന്നെ കറണ്ട് പോയി കത്തണ ഒരു ബൾബൊക്കെ വാങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് കാരണം അടുക്കളയിൽ വെളിച്ചമൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അങ്ങനെ 2 ആളും ട്യൂഷന് പോയിക്കാണ്. കുഞ്ഞോളെ തന്നെ ഉള്ളൂ എൻ്റെ കൂടെ. അവൾക്ക് പേടിച്ചിട്ട് ഞാനും കുട്ടി തന്നെ ഉള്ളേക്ക് റോട്ടിൽ ക്ലബ്ബിൽ പോയിരിക്കുക. അപ്പോൾ അവൾ എൻ്റെ പിന്നൊന്നും പോണില്ല. ഒറ്റയ്ക്ക് മേല് കഴുകണം, കാര്യങ്ങൾ കുറച്ചുണ്ട്. അപ്പോൾ ഇവൾ എൻ്റെ പിന്നൊന്നും പോണില്ല. അങ്ങനെ കറണ്ട് വന്നു. ഒരു 7 മണി കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. എൻ്റെ എല്ലാ മേല് കഴുകലും എല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ട് കറണ്ട് വന്നിരിക്കുക. നമുക്ക് മൗലൂദ് വയ്ക്കണം. അന്ന് റബീഉൽ അവ്വൽ മാസം മൗലൂദ് വെച്ചാൽ നല്ലതല്ലേ. അപ്പോൾ ഞാൻ രാവിലെയും വയ്ക്കും, മഗ്‌രിബിൻ്റെ നേരത്തും വയ്ക്കും കേട്ടോ. കേൾക്കാൻ നല്ല രസമായിട്ടാ, ഒപ്പം ചെല്ലും ചെയ്യാം. അങ്ങനെ അതൊക്കെ വെച്ച് കഴിഞ്ഞ് ഇട്ടാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കണത്. ഇവിടെ എന്തൊക്കെ കാണിക്കണമൊക്കെ ഉണ്ട്. ഇന്ന് പള്ളി പെരുന്നാളിൽ പോയിട്ട് ഇന്നലെ പോയിട്ട് പിന്നെയും മേടിച്ചിട്ടാണ് ഓരോന്നൊക്കെ. അങ്ങനെ ടി വിയും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ചോറ് കൊടുക്കണം. മക്കളൊക്കെ ട്യൂഷൻ വിട്ട് വന്നു കഴിഞ്ഞാൽ വന്നിട്ടുണ്ട് കേട്ടോ. 2 ആളും വന്നു. ഇക്ക അവരെ വിളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ 3 ആൾ അവിടെ ഇരുന്നോളെ ചോറ് വിളമ്പി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കട്ടോ. അപ്പോൾ ഇങ്ങനെ ഇക്ക അതാ വന്നിക്കണു. ഇക്ക ഇതൊക്കെ വന്ന ശേഷം അപ്പോൾ കുട്ടികൾക്ക് മാത്രമേ ഞാൻ വിളമ്പിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇക്ക പറയാം, അപ്പോൾ ഇക്ക ഇല്ലേന്ന് പറയുകയാണ്. അപ്പോൾ ഇക്ക അതിനെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇക്കാർക്ക് കൊണ്ടു കൊടുത്തു. അപ്പോൾ ഇക്കാർക്ക് ഇത്ര വേണ്ട പറഞ്ഞിട്ട് പിന്നെ അവിടെ കൊണ്ടുപോയിട്ടു. അപ്പോഴും ഇത് കുറച്ചും കൂടി കൂടുതൽ ഇനിയും കൊണ്ടുപോയിടാം, ആ തിന്നൂട് അങ്ങോട്ട് പറഞ്ഞിട്ട് ഇനി കൊണ്ടുവരുന്നില്ല, ഇനി അതങ്ങോട്ട് തിന്നോ പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചിട്ടാണ്. അങ്ങനെ സമയം 8:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇക്ക പറയും, ഈ അങ്ങോട്ട് എടുത്ത ചോറ് ഇനിയിപ്പോൾ ഈ 8:30 ആവാൻ നിൽക്കൊന്നും വേണ്ട, അനക്കുള്ള ചോറ് എടുത്തിട്ടുണ്ട് പോരെ, ഒരുമിച്ച് അങ്ങോട്ട് കഴിക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാനും ഇപ്പോൾ ചോറ് ഇവിടെ കൂടെ ഇരുന്ന് കഴിക്കാനൊക്കെ നോക്കി. സമയം ഇവർ നേരം വൈകിട്ട് ട്യൂഷൻ വിട്ട് വന്നേക്കുന്നത്. അങ്ങനെ ഞാൻ അവരൊപ്പം അവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇക്ക എന്നോട് പറയുന്നത് ഈ വിട്ടിട്ട് പോരെ നമുക്ക് ഒരുമിച്ച് കഴിക്കാനൊക്കെ പറയട്ടെ. അങ്ങനെ ചോറേക്കൽ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അടുപ്പുണ്ടാറൊക്കെ ഒന്ന് വൃത്തിയാക്കുക. പാത്രം കുറച്ച് കഴുകാൻ കുറച്ച് ഇന്ന് കൂടുതലുണ്ട് കേട്ടോ. പാത്രം കഴുകാനാണ് വൈകുന്നേരമൊക്കെ പാത്രം കഴുകാൻ ഭയങ്കര ദേഷ്യമായിട്ട്. എന്താ വെച്ചെങ്കിൽ ഭയങ്കര തണുപ്പല്ലേ, ഭയങ്കര മടി പാത്രം കഴുകാൻ. അതങ്ങോട്ട് കഴുകണം. പിന്നെ അങ്ങനെയൊക്കെയുള്ള ചില്ലറ പണികളൊക്കെ തന്നെയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല. വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വൈകുന്നേരത്തെ വ്ളോഗൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ കമൻറ്റൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ കമൻ്റ് ഒന്നും ഇടുന്നില്ലല്ലോ, കമൻറ്റ് ഇടാൻ മറക്കാന്നൊക്കെ റംല അബ്ബാസ് പറഞ്ഞ താത്തയ്ക്ക് വീഡിയോയ്ക്ക് കമൻറ്റ് ഇടാറുള്ള ആളാണ്. അപ്പോൾ ഇന്നലെയാണ് എനിക്ക് കമൻറ്റ് ഇട്ടത്. അപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റ് ഇടാം കേട്ടോ. നിങ്ങളുടെ കമൻറ്റൊക്കെയാണ് ഏറ്റവും എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, മുന്നോട്ട് പോകാനൊക്കെ ഒരു ഇത്. നിങ്ങൾ കമൻറ്റൊന്നും ഇല്ല, ലൈക്കും ഇല്ല കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ പോലെ ലൈക്കും ഇല്ല, വ്യൂസും ഇല്ല, കമൻറ്റൊന്നും ഇല്ല. എന്നാലും വേണ്ടില്ല, കുറച്ച് പേര് നമുക്ക് കാണുന്നവർ കണ്ടോട്ടെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ.
പിന്നെ എന്താ പൂച്ചയ്ക്ക് ഇത്തിരി ഇറച്ചിയുടെ എന്താ പറയുക, ഉമ്മ വന്നപ്പോൾ ഞങ്ങൾ ഇറച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് കുറച്ച് അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് പൊരിച്ചു കിട്ടാം. അപ്പോൾ അതിൻ്റെ എല്ലും മുട്ടയൊക്കെ കൂടിയിട്ട് പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചെങ്കിൽ ഇക്ക എന്താ ആരെടുത്ത പൂവ് മേടിച്ചിട്ട് ഇവള് പൂവിടണം, എന്താ പൂക്കളിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തൊഴിലെന്ന് പറയുന്നില്ല കേട്ടോ. എവിടെ ഇടാനാണ് അവർക്ക് പറയണത്, ഇത് കൊടുത്തിട്ട് അകത്താ ഇട്ടോന്ന്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എവിടെ പൂവിടാനിപ്പോൾ ഇത് മേടിച്ചേക്കുന്നത് വെച്ചപ്പോൾ പറയാം ഉമ്മടുത്താണ്. അവിടെ വെച്ചെങ്കിൽ കട്ട ഒട്ടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ഒക്കെ ഗ്യാപ്പ് വന്നേക്കുക. ഈ പൂവൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പോകാന്നല്ലാണ്ട് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അവളോട് ചോദിക്കുന്നത് എവിടെ ഇടാൻ വേണ്ടിയിട്ട്. ഇക്ക വലിയ കാര്യത്തിൽ നാളൊക്കെ കളക്ഷൻ ഉണ്ട്. ഞാനേ കളക്ഷന് പോയി കഴിഞ്ഞാൽ പൂവിട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചാൽ നല്ല രസം ഉണ്ടാവും. പൂവിട്ട് കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് നാളെ വീഡിയോ എടുക്കാട്ടോ. അവർ പൂവിട്ടിട്ടൊക്കെ ഉണ്ടെച്ചെങ്കിൽ അങ്ങനെ ഓയിൽ പൊട്ടിച്ച് വയ്ക്കണ അങ്കാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു പാക്കറ്റ് സാമ്പാർ പൊടി നിങ്ങൾ കണ്ട ഏതിൻ്റെ ഒപ്പം ഫ്രീ ആയി കിട്ടിയതെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ പൊട്ടിച്ച് വയ്ക്കുമ്പോൾ ഒരു തുള്ളി കളയാണ്ട് വയ്ക്കാൻ വിചാരിച്ചതാണ്. ഒരു തുള്ളിയല്ല, കുറച്ച് അങ്ങോട്ട് പോവുകയും ചെയ്തു. കണ്ടില്ല നിങ്ങൾ, എനിക്ക് പേടി കേട്ടോ. എനിക്ക് വെച്ചെങ്കിൽ ഒന്നും കളയാണ്ട് വയ്ക്കും. എനിക്ക് വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ ഒക്കെ കുപ്പിയിലാണ് വരുന്നത്. ഓയിലേക്ക് പൊട്ടിച്ച് വയ്ക്കുമ്പോൾ എന്നുണ്ട് കയ്യിൽ നിന്ന് പോകും, തുള്ളിയെങ്കിലും പോകാതിരിക്കില്ല. അന്ന ദിവസം പൊട്ടിച്ചപ്പോൾ പോയില്ല കേട്ടോ. അങ്ങനെ അതവിടെ കൊണ്ടുവച്ച് അവിടെയൊക്കെ ക്ലീനാക്കി കുറച്ച് ആ പാക്കറ്റിൽ തന്നെ ഉണ്ട്, അത് നമുക്ക് മീൻ പൊരിക്കുമ്പോൾ ഒക്കെ എടുക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ വെച്ചേക്കട്ടോ. അപ്പോൾ അങ്ങനെ അടുക്കളൊക്കെ അവിടെ ക്ലീനാക്കി ഇനി അടുക്ക് എടുക്കാൻ പോകാൻ നിൽക്കട്ടെ. അപ്പോൾ ഇവർ വാതിലൊക്കെ അടച്ചിട്ട് എന്താ ചെയ്യുന്ന നോക്കിയപ്പോൾ മറ്റേ ഇവനെന്താ പള്ളി പെരുന്നാൾ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട്, ലൈറ്റ് അടിക്കുന്ന സാധനം. അപ്പോൾ അതും വെച്ചിട്ട് കളിക്കുക വരും. അങ്ങനെ കുട്ടികൾക്ക് കിടക്കാനുള്ള കിടക്ക അങ്ങോട്ട് കട്ടിൻ്റെ അടിയിൽ നിന്ന് വിരിക്കണ അങ്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ വിരിച്ചിട്ട് കൂട്ടിക്കളഞ്ഞ് വിരിയൊന്നും വിരിച്ചിട്ടില്ല കേട്ടോ, അത് മുകളിലായിരിക്കണത്. അപ്പോൾ ഇവർക്ക് വിരിയൊന്നും വേണ്ട, ഇങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിരിയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊട്ടി വിരിച്ച് ഒക്കെ കിടന്ന് ഉറങ്ങിക്കോളി, നാളെ മദ്രസയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങാൻ പറയുകയാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.